മോഹൻലാൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രം. തരുൺ മൂർത്തി എന്ന യുവ സംവിധായകൻ ഒരുക്കിയ തുടരും എന്ന ചിത്രം അടുത്ത വർഷം ജാനുവരി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വളരെ പ്രതീക്ഷയുള്ള സിനിമ. കാരണം മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലെത്തുന്നു. റാന്നി സ്വദേശിയായ ഷൺമുഖൻ എന്ന സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായി മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ കുടുംബജീവിതത്തിലെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത്. മണിയൻപിള്ള രാജു, ഫറാൻ ഫാസിൽ, ബിനു പപ്പു, സംഗീത് കെ പ്രതാപ്, ഇർഷാദ് അലി, ആർഷ ബൈജു, തോമസ് മാത്യു, ശ്രീജിത്ത് രവി, ജി സുരേഷ് കുമാർ, ജെയ്സ് മോൻ, ശോഭി തിലകൻ, ഷൈജു അടിമാലി, കൃഷ്ണപ്രഭ, റാണി ശരൺ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. നായകൻ മോഹൻലാൽ തുടരും സിനിമയെക്കുറിച്ച് പങ്കുവച്ച പ്രതീക്ഷകളാണ് നിലവിൽ ചർച്ചയായിരിക്കുന്നത്. രസകരമായ ഒരു ചിത്രമാണ് ഇത്. ഇമോഷണൽ ചിത്രം ആയിരിക്കും. ഇത് ശരിക്കും ഫാമിലി ചിത്രമായിരിക്കും. ശോഭന മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ശോഭനയുമായി വീണ്ടും ഒന്നിക്കാൻ സാധിച്ചതിൽ താൻ വലിയ സന്തോഷത്തിലാണെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നു. സംവിധാനം നിർവഹിക്കുന്നത് തരുൺമൂർത്തിയാണ്. തുടരുവിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന് സംവിധായകൻ തരുൺമൂർത്തി വ്യക്തമാക്കിയിരുന്നു. കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും ചർച്ചയായി മാറിയ തുടരും സംവിധായകൻ തരുൺമൂർത്തി വെളിപ്പെടുത്തി. നായകൻ മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിലേതായി പുറത്തുവിട്ടത് ശ്രദ്ധ ആകർഷിച്ചിരുന്നു. രജപുത്ര നിർമ്മിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് തുടരും. മോഹൻലാൽ നായകനാകുമ്പോൾ കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനാണ്. മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രധാന പ്രത്യേകത. തരുൺമൂർത്തിയുടെ സംവിധാനത്തിലുള്ള തുടരും സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉള്ളതാണ്. തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മോഹൻലാൽ കൂടി നല്ല പ്രതീക്ഷയാണ് തുടരും എന്ന സിനിമയിൽ വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തവുമാണ്. എന്നാൽ അടുത്തിടെ മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ ബറോസ് എന്ന ചിത്രത്തിന് വലിയ വിമർശനമാണ് പല പ്രേക്ഷകരിൽ നിന്നും ഉയർന്നത്. എന്നാൽ സിനിമാക്കാർ അതിന് ചുട്ട മറുപടിയുമായി എത്തിയതും കാണേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 6 വർഷങ്ങൾക്ക് മുൻപ് കടുത്ത മോഹൻലാൽ ആരാധികയായ മീനിക്കുട്ടിയുടെ കഥ പറയുന്ന മോഹൻലാൽ എന്ന സിനിമ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. സാജിദ് യാഹിയ എന്ന നവാഗത സംവിധായകനേതായിരുന്നു ആ ചിത്രം. സാജിദിന്റെ ഉള്ളിലും ഒരു മോഹൻലാൽ ഫാൻ ഉണ്ടെന്നതിന് തെളിവ് വേറെയില്ല. ഇപ്പോഴത്തെ തന്റെ ആരാധനാപാത്രമായ മോഹൻലാലും ഒരു സംവിധായകനായി. എന്നാൽ ബറോസ് എന്ന സിനിമയുടെ സംവിധായകൻ മോഹൻലാൽ നേരിടുന്ന വിമർശനം വളരെ കൂടുതലാണ്. മലയാള സിനിമയുടെ കാരണവന്മാരിൽ ഒരാളായ മോഹൻലാൽ എല്ലാ ജോണറിലെ ചിത്രങ്ങളിലും അഭിനയിച്ചു എങ്കിലും ആദ്യമായി സംവിധാനം ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രമാകണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ബറോസ് വിമർശനങ്ങൾക്കിടെ മോഹൻലാലിനെയും ബറോസിനെയും കുറിച്ച് പറയാൻ സാജിദിന് ചില കാര്യങ്ങളുണ്ട്. സംവിധായകൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഒന്ന് വായിക്കേണ്ടത് തന്നെയായിരുന്നു. ബറോസ് എന്ന ചിത്രം സംവിധാനം ചെയ്തതിന്റെ പേരിൽ മീഡിയയിലെ നല്ലൊരു ശതമാനം പേരും മോഹൻലാലിനെ നിഷ്കരണം കൊത്തിവലിക്കുന്നത് കണ്ടു. വേഷപ്പകർച്ച കൊണ്ട് വിസ്മയിപ്പിച്ച അയാൾക്ക് സംവിധായകന്റെ കുപ്പായം ചേരില്ലെന്നും സംവിധാനം അറിയില്ലെന്നും വിമർശിക്കുന്ന സോക്കോൾഡ് ബുദ്ധിജീവികൾ തൊട്ട് കേവലം ഫാനിസത്തിന്റെ പേരിൽ കിടന്ന് നിലവിളിക്കുന്നവർ വരെ അതിൽപ്പെടും. അവരെ തിരുത്താനോ സിനിമയെ പൊക്കാനോ ഒന്നുമല്ല ഈ കുറിപ്പ്. ബറോസിന്റെ വിജയ പരാജയത്തിന്റെ കാരണമെടുക്കാനുമല്ല. ഒരു പോയിന്റ് പറയാൻ മാത്രം. കഴിഞ്ഞ 44 വർഷമായ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ഒരാൾ, നിലനിൽക്കുക എന്നാൽ ഒരു ജനതയുടെ മുഴുവൻ വീരനായകനായി നിലനിൽക്കുന്നയാൾ, അയാൾ തന്റെ ആദ്യ സംവിധാന സംരംഭത്തിനായി തിരഞ്ഞെടുത്തത് ബറോസ് പോലൊരു പൂർണ്ണമായും കുട്ടികൾക്കുള്ള സിനിമയാണെന്നും തീർത്തും അഭിനന്ദനീയം തന്നെയല്ലേ. അയാൾക്ക് വേണമെങ്കിൽ ആരാധക വൃത്തത്തെ കോരിത്തെരിപ്പിക്കാനുള്ള ഒരു മാസ് മസാല സിനിമ എടുക്കാമായിരുന്നു. അവാർഡുകൾ വാരിക്കൂട്ടാനായ ഒരു ഓഫ് ബീറ്റ് സിനിമ എടുക്കാമായിരുന്നു. അതിനൊന്നും മുതിരാതെ മാസിനും വയലൻസിനും ചോരക്കളിക്കും മാത്രം കയ്യടി കിട്ടുന്ന ഇക്കാലത്ത് ഒരു ലൈറ്റ് ഹാർട്ട് ഫീൽ ഗുഡ് ഫാന്റസി ജോണറിന് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന സംവിധായകന് നമ്മൾ കയ്യടിച്ചേ മതിയാകൂ. ലോകത്തെല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ എടുക്കാൻ മാർട്ടിൻ സ്കോർസെസിക്കും സ്റ്റീഫൻ സ്പീൽബർഗിനും വരെ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ ആദ്യ സിനിമയുമായി വരുന്ന ഒരു സംവിധായകന്?